CPM-മായി ഇടഞ്ഞ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയെ BJP-യിലേക്ക് ക്ഷണിക്കുകയാണ് BJP-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്. BJP ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് BJP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുമായൊക്കെ ചർച്ച നടത്തുമെന്നായിരുന്നു VV രാജേഷിന്റെ പ്രതികരണം. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ആദർശശുദ്ധിയുള്ളവരെല്ലാവരെയും സ്വാഗതം ചെയ്തു. കുറച്ചുപേരൊക്കെ അതിനകത്ത് ഇനിയും ഉള്ളതുകൊണ്ടാണല്ലോ ഈ അഭിപ്രായമൊക്കെ പുറത്തു വരുന്നത്. കുറച്ചുപേരൊക്കെ ഉണ്ട്. എല്ലാവരും അഴിമതിക്കാരാണെന്നും കുഴപ്പക്കാരാണെന്നും ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അനുഭാവികളും പ്രവർത്തകരും ഉള്ളതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ ബൂത്തിലൊക്കെ തന്നെ ഞങ്ങൾ വോട്ട് കൂടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി CPM-ന്റെ ജില്ലാ സെക്രട്ടറി ബൂത്ത് ലീഡ് ചെയ്തത് BJP-ആണ്. തിരുവനന്തപുരത്തെ 2 മന്ത്രിമാരുണ്ട്. 2 മന്ത്രിമാരുടെയും ബൂത്ത് ലീഡ് ചെയ്തത് BJP-ആണ്. കോർപ്പറേഷൻ മേയറുടെ ബൂത്ത് ലീഡ് ചെയ്തത് BJP-ആണ്. മേയറുടെ വാർഡ് ലീഡ് ചെയ്തത് BJP-ആണ്. കൂടുതൽ വിവരങ്ങൾ അലക്സ് റാം മുഹമ്മദ് നൽകും തിരുവനന്തപുരത്ത്. അലക്സ്, എന്തൊക്കെയാണ് BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത്? ഇതിനോടകം ഈ കരമന ഹരിയുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ BJP? ആ നിലയിൽ ചില വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില സ്ഥിരീകരണത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഈ ക്ഷണിക്കൽ. വിജയ്, BJP ഉദ്ദേശിക്കുന്ന കാര്യം വ്യക്തമാണ്. അതായത് കരമന ഹരി CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. നേതാക്കളെ അടക്കം പാർട്ടിക്ക് അകത്ത് തന്നെ വിമർശിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ആ വാർത്ത പുറത്തു വരികയും അതിൽ അതിർത്തി പരസ്യപ്പെടുത്തി അദ്ദേഹം പുറത്തു പോകാൻ, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ കരമന ഹരി ആലോചന നടത്തുന്നു എന്ന വാർത്തകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് BJP-യുടെ ജില്ലാ അധ്യക്ഷൻ തന്നെ അതിന് ബലമേകുന്ന ചില പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് ആദർശശുദ്ധിയുള്ള നേതാക്കളെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ്. അത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളത് വ്യക്തമാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇത്തരം വിരുദ്ധാഭിപ്രായം ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. VS-ന് ശേഷം പോരാട്ട വീര്യമുള്ള ചുരുക്കം ചിലരെങ്കിലും CPM-ൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കരമന ഹരിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നമ്മളടക്കം ചോദിച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് BJP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുമായൊക്കെ ചർച്ച നടത്തും എന്നാണ്. അദ്ദേഹം അത് സ്ഥിരീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇതുവരെ ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എന്ന് VV രാജേഷ് വ്യക്തമാക്കുന്നുണ്ട്. ഇദ്ദേഹം പാർട്ടിയിലേക്ക് വരുമോ, അതായത് കരമന ഹരിയുമായി ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ഇത്ര മാത്രമാണ്. അതായത് BJP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുമായി ചർച്ച നടത്തും. കൂടുതൽ പേർ അടുത്ത ദിവസങ്ങളിൽ CPM അനുഭാവികൾ അടക്കമുള്ളവർ പാർട്ടിയിലേക്ക് വരും എന്നുള്ളൊരു മറുപടിയാണ് നൽകുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം കൃത്യമായി തന്നെ അനുമാനിക്കാം. കരമന ഹരിയെ ഉന്നമിട്ട് BJP നീക്കം തുടങ്ങിയിരിക്കുന്നു, ലക്ഷ്യമിട്ട് BJP നീക്കം തുടങ്ങിയിരിക്കുന്നു. ഇനി കരമന ഹരിയുടെ ടേണാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ താല്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് BJP-യിലേക്ക് കടന്നു വരാൻ യാതൊരു പ്രശ്നവുമില്ല എന്ന വാതിലാണ് ഇപ്പോൾ BJP-യുടെ ജില്ലാ അധ്യക്ഷൻ തുറന്നിട്ടിരിക്കുന്നത്. വിജയകുമാർ, BJP-യുമായി BJP ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് BJP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുമായി ഒക്കെ ചർച്ച നടത്തുമെന്നാണ് VV രാജേഷ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ കരമന ഹരി മനസ്സു തുറന്നിട്ടുമില്ല. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.